ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മള് ഇത്തവണ കുറച്ച് അധികം തവണ ചോദിച്ചിട്ടുള്ള പ്രോഡക്ട്സ് എടുത്തിട്ടാണ് റിവ്യൂ ചെയ്യണത്. 5 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലെൻസ്കാർട്ടിന്റെ കോൺടാക്ട് ലെൻസും അതേപോലെ തന്നെ ഗ്ലാസസിന്റെയും റിവ്യൂ ചെയ്യാം. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കോൺടാക്ട് ലെൻസ് തന്നെ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. ഏത് കോൺടാക്ട് ലെൻസ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രഷ് ലുക്കിന്റെയും അതേപോലെ തന്നെ അക്വ ലെൻസിന്റെയും ആണ്. അതിൽ തന്നെ ബ്രൗൺ ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അക്വ ലെൻസ് ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ഇൻഎക്സ്പെൻസീവ് ആണ് കേട്ടോ. അതായത് ഡെയിലി ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യണേ. ഒരു തവണ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കളയാനേ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ലെൻസ്കാർട്ടിന്റെ ആപ്പ് ഒന്ന് മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഏകദേശം ഒരു 140 രൂപ അങ്ങനെയൊക്കെയാണ് കിട്ടല് പതിവുള്ളത്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഇത് 200 രൂപയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ മിക്കവാറും നമുക്ക് 190 രൂപയ്ക്ക് നൈക്കയെന്നും അതേപോലെ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ലെൻസ്കാർട്ടിന്റെ ആപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ടിൽ കിട്ടാറുണ്ട്. എസ്പെഷ്യലി 4 എണ്ണം കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ, 4 ലെൻസസും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ കുറെ കൂടി വിലക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചിലപ്പോൾ അത്ര കണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 4 എണ്ണത്തിൽ ഇങ്ങനെ പല ഷെയ്ഡ്സ് എഴുതിയിട്ടുണ്ടാവും. മിക്കവാറും മൂക്ക ബ്രൗൺ, പിന്നെ ട്രിക്കി ടെർക്കോയിസ്, ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല കേട്ടോ. ഈ ടെർക്കോയിസ് ഷെയ്ഡ് കുറച്ചൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതല്ലേ. പിന്നെ സ്പൈസി ഗ്രേ, അത് നല്ല ഷെയ്ഡാണ്. മിസ്റ്ററി ബ്രൗൺ, അങ്ങനെ പല ഷെയ്ഡ്സിലുണ്ട്. പിന്നെ ഏതാ മിസ്റ്റി ഗ്രേ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരെണ്ണം ഉണ്ട് പക്ക ബ്ലൂ കളറിലുള്ള, അത് ഞാൻ ഐശ്വര്യ റായ് ഇൻസ്പയർഡ് ലുക്കിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലാണ്ട് വേറെ ഞാൻ വെച്ചിട്ടില്ല. അത് ഭയങ്കര ബ്ലൂ ആണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ആ 4 എണ്ണത്തിന്റെ ഷെയ്ഡിന്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. പക്ഷെ ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ ഈ വീഡിയോസിന് വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ഷൂട്ട്സിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ രാവിലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ട് തീർന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് കളയലാണ് പതിവ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രൈഡാണ്, കോൺടാക്ട് ലെൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഒരു പ്രാക്ടീസ് ആവണം എന്നാണെങ്കിൽ നമുക്കിത് മേടിക്കാവുന്നതാണ് കേട്ടോ. യൂഷ്വലി നമ്മളിപ്പോൾ മേടിക്കുന്ന ആപ്സ് ഒന്നും മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അതല്ല ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ ലെൻസ്കാർട്ടിന്റെ ആപ്പ് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു കണ്ണട വെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ലെൻസ്കാർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം ഞാൻ സ്ഥിരം മേടിക്കാറുണ്ട്, അവിടെ നിന്ന് ഡിസ്കൗണ്ടിലുണ്ട് കേട്ടോ. ഇത് സ്പോൺസർഡ് ഒന്നും അല്ല കേട്ടോ, ഞാൻ മേടിക്കാറുണ്ട്. അപ്പം എനിക്ക് കുറച്ച് വിലക്കുറവ് തോന്നാറുണ്ട്, അതുകൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിങ്ങനെ കടയിൽ പോയി മെനക്കെട്ട് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഓൾറെഡി നമ്മുടെ പവർ എന്താന്നുള്ളതൊക്കെ അറിയാം, പിന്നെ പ്രത്യേകിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ആപ്പിൽ നിന്ന് മേടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതാണ് കേട്ടോ കോൺടാക്ട് ലെൻസിന്റെ ഡെയിലി വെയർ കോൺടാക്ട് ലെൻസിന്റെ കാര്യം. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. മോക്ക ബ്രൗൺ എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. അതേപോലെ മിസ്റ്റി ഗ്രേ ഉണ്ടല്ലോ, അതും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ കണ്ണിലത്തെ പോലെ ആവണമെന്നില്ല വേറൊരാളുടെ കണ്ണിൽ വെക്കുമ്പോൾ ഈ ലെൻസസിന്റെ കളർ ഉണ്ടാവുക, ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മുടെ കണ്ണിന്റെ കളറിനനുസരിച്ചിട്ടും ആ ഒരു മാറ്റം വരുമല്ലോ. എൻ്റെ ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന കണ്ണാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ മോക്ക ബ്രൗൺ ഒക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ബ്രൗൺ ആയിട്ട് തോന്നിക്കണം എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തറിയാറില്ല. ബ്രൈറ്റ്സ് ഒക്കെയാണ്, നമുക്ക് അത് ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്. അതല്ല നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഡെയിലി ലെൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് പവർ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കത് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പവറിലേക്ക് അവർ ആക്കി തരും. പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിമുട്ടല്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടും ഡെഫിനറ്റ്ലി. അതുണ്ടല്ലോ, സാധാരണ നമ്മൾ മേടിക്കുന്ന പോലെയല്ല, പവർ ഇല്ലാത്ത ലെൻസ് പോലെയല്ല. പവർ ഉള്ളപ്പോൾ ലെൻസിന്റെ പൈസ കൂടും കേട്ടോ. ഡെയിലി വെയർ ആയിട്ടും നമുക്ക് പവർ ഉള്ളത് പറ്റും, അതല്ല മന്ത്ലി ആണെങ്കിൽ പറ്റും. ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് മന്ത്ലി ആണ്. ഞാൻ മന്ത്ലി യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ റിവ്യൂക്ക് വേണ്ടി മാത്രം മേടിച്ചതാണ്. ഒരെണ്ണത്തിന് 650 രൂപയാണ് ഉള്ളത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട്. 2 എണ്ണത്തിനും കൂടിയിട്ട് അപ്പോൾ ഒരു 1200, പക്ഷെ ഡിസ്കൗണ്ടിന് ശേഷം 1000 രൂപയായിരിക്കും. പക്ഷെ നമുക്ക് 30 ദിവസം ഉണ്ടെങ്കിൽ 30 തവണ യൂസ് ചെയ്യാന്നുള്ളതാണ്. കോൺടാക്ട് ലെൻസിന്റെ ബോക്സിലിടുക, സൊല്യൂഷൻ ഒഴിച്ചു വെക്കുക കേട്ടോ. നല്ല മെയിൻ്റെനൻസിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ ഡബ്ബ തുറന്നിട്ട് ഈ സൊല്യൂഷൻ ഒഴിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അക്വ ലെൻസിന്റെ കംഫർട്ട് സൊല്യൂഷൻ ആണ് അക്വാസിൽ ഡബിൾ മോയ്സ്ചറൈസിങ് എഫക്ട് എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഈ 4 ലെൻസും കൂടി ഒരുമിച്ച് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഈ ഒരു ഡബ്ബയുണ്ട്. ഈ ഡബ്ബയിൽ റൈറ്റും ലെഫ്റ്റും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോൺടാക്ട് ലെൻസിന് എനിക്ക് വേറൊരു ഗുണം തോന്നിയത് എന്താ വെച്ചാൽ നമുക്ക് ഒരെണ്ണമായിട്ട് മേടിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ 2 കണ്ണിന് 2 പവർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ എനിക്ക് അങ്ങനെയാണോ എന്നറിയില്ല. പണ്ട് ഞാൻ കോൺടാക്ട് ലെൻസ് മേടിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കണ്ണിന് 2 പവർ ആണെങ്കിലും പക്ഷെ 2 എണ്ണം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ മേടിക്കണം. അതായത് ഒരു കണ്ണിന് ഇപ്പൊ നമുക്ക് 2 പവർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ 2 കോൺടാക്ട് ലെൻസ്, മറ്റേ കണ്ണിന് 1 പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ 2 കോൺടാക്ട് ലെൻസ്. അതൊരു ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. കാരണം മിക്കവാറും ആളുകൾക്ക് 2 കണ്ണിനും 2 പവർ ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ റൈറ്റ് ഐനാണ് പവർ കൂടുതൽ, അതായത് റൈറ്റ് ഐക്ക് എനിക്ക് നേരെ കണ്ണ് കാണില്ല, പക്ഷെ ലെഫ്റ്റ് ഐ പക്കയാണ്. ഒരവസ്ഥ. അപ്പൊ ഇത് ഒരെണ്ണമായിട്ട് മേടിക്കാൻ പറ്റും. അപ്പൊ 2 കണ്ണിനും 2 പവർ ആണെങ്കിലും നമുക്ക് നഷ്ടം വരുന്നില്ല. അപ്പൊ ഈ ഡബ്ബയിൽ ഈ കോൺടാക്ട് ലെൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വെച്ചത് എങ്ങനെയാന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ, അത് എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് ഒന്നിനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിന്റെ ടൂള് മേടിക്കാൻ കിട്ടും. അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനൊരു കോല് പോലത്തെ ഒരു സാധനം, അതിങ്ങനെ കോൺടാക്ട് ലെൻസിൽ മുക്കിയിട്ട് ഇങ്ങനെ വെക്കാം. എനിക്ക് നല്ല പ്രാക്ടീസ് ആണ്. ഞാൻ ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കൊണ്ട് വെക്കുന്നത് കാരണം നല്ല പ്രാക്ടീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ലെൻസിന്റെ ഒരു ഹാക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ കോൺടാക്ട് ലെൻസ് വെക്കുക ഊരുക എന്നുള്ളത് നമുക്ക് ജുജുബി കേസാണ്. പക്ഷെ സ്റ്റിൽ എന്ത് ജുജുബി കേസാന്ന് പറഞ്ഞാലും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ കണ്ണുള്ളപ്പോൾ നമ്മുടെ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. ഈവൻ നമുക്ക് കണ്ണിന്റെ പവർ കുറയുമ്പോൾ തന്നെ ശരിക്കും എന്തൊരു ബുദ്ധിമുട്ടാണെന്നല്ല. നമുക്ക് കാഴ്ച ഉണ്ടാവാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മൾ വാല്യൂ ചെയ്യണം. കാഴ്ച കുറവാണെങ്കിൽ അത് വാല്യൂ ചെയ്യണം. നമുക്ക് കണ്ണുണ്ടല്ലോ, അപ്പം അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം. അതുകൊണ്ട് എപ്പോഴും നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ണിന്റെ ഉള്ളിലേക്കൊക്കെ ഇത് പിഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇടുമ്പോൾ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ആ ടൂൾ ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ടൂള്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനെ, കണ്ണു മുന്നേ കുറെ തവണ കാണിച്ചിട്ടുള്ളതാ. ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനമാണ്, സിലിക്കൺ ആണ്. ഇതിങ്ങനെ വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു പ്ലക്കർ പോലത്തെ സാധനം ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ പിഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. എനിക്കറിയാം കുറെ പേർക്ക് ഈ കണ്ണിന്റെ അടുത്തേക്ക് ഈ സാധനം കൊണ്ടുപോകണം തന്നെ ഭയങ്കര പേടിയാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്. എനിക്ക് പക്ഷെ ഞാൻ തന്നെ ചെയ്യുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ല. വേറൊരാൾ ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അതും പോയി തോന്നുന്നു. ഈ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങൾ. അപ്പോൾ ഈ 1 മന്തിന്റെ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോ ഞാൻ ഇന്നാണ് ഇത് ഫസ്റ്റ് ആയിട്ട് വെച്ചത്. അപ്പൊ ഇന്ന് 17th ആണ്. അപ്പൊ അടുത്ത മാസം 17th വരെയാണ് ഇതിന്റെ ഡേറ്റ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ യൂസ് ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോഴും എന്താ വേണ്ടേ, ഈ ഡബ്ബ തുറന്നിട്ട് ഈ സൊല്യൂഷൻ ഇട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ കോൺടാക്ട് ലെൻസ് ഡ്രൈ ആയി പോകും. നമ്മൾ കോൺടാക്ട് ലെൻസ് ഇതിനകത്ത് ഇട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അങ്ങ് ഒരു പോക്ക് പോയി പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞ് വന്നിട്ടാണ് ഇതിനെ നോക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ ആവാണ്ടും ഇരിക്കാം. പക്ഷെ എന്നാലും എല്ലാ ദിവസവും നോക്കുക, ആവശ്യത്തിനുള്ള സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം, നല്ല ക്ലീൻ ആക്കി വെക്കാം. ഇതിപ്പോൾ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ കഴുകിയിട്ട് ഈ സൊല്യൂഷൻ വെച്ച് കഴുകിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് വെക്കാൻ, സൊല്യൂഷൻ ഒഴിച്ച് വെക്കാം. അപ്പോൾ ഈ സൊല്യൂഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതും മേടിക്കണം. അപ്പോൾ ഈ ഡെയിലി ലെൻസ് ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊന്നും കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കാത്തവരാണ്, ഇടയ്ക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുക, വെക്കുക, കളയുക. ഈ സൊല്യൂഷൻ്റെ ആവശ്യം തന്നെ അപ്പോഴും വരുന്നില്ല. കാരണം ഈ സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ടുള്ള കോൺടാക്ട് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഡസ്കി ബ്രൗൺ ആണ് കേട്ടോ. ഞാൻ കോൺടാക്ട് ലെൻസ് ഭംഗി എന്നുള്ളതിനെക്കാട്ടിലും ഉപരി എനിക്ക് അതൊരു ആവശ്യമാണ്. പക്ഷെ എന്തായാലും കോൺടാക്ട് ലെൻസ് വെക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ കളറുള്ളത് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഗുമ്മുണ്ടല്ലോ എന്ന് വിചാരിച്ച് വെക്കണമെന്നേ ഉള്ളൂ. ഒരു കാരണവശാലും കോൺടാക്ട് ലെൻസ് വെച്ച് ഉറങ്ങരുത് കേട്ടോ. അത് ഒട്ടും നല്ലതല്ല, അത് പാടില്ല. പിന്നെ വേറെ ടെൻഷന്റെ കാര്യമൊന്നുമില്ല. റെഗുലർ യൂസ് ആകുമ്പോൾ നമ്മൾ ഇതങ്ങ് പഠിയൊന്നും അറിയില്ലേ, നമുക്കതിങ്ങനെ ഒരു മസിൽ മെമ്മറി പോലെയാണ്. വെക്കുക, ഊരുക എന്നുള്ളതൊക്കെ ഭയങ്കര എളുപ്പമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വെച്ച് കാണിച്ചില്ലേ ഈ കോൺടാക്ട് ലെൻസ്, ഞാൻ കണ്ണാടി പോലും ഇല്ലാണ്ടാണ് വെച്ച് കാണിച്ചത്. ക്യാമറയുടെ സ്ക്രീനിൽ എനിക്ക് നേരെ കാണാനും കൂടി ഇല്ല. ഒന്നാമത് കാഴ്ച കുറവാണ്, അത് വേറെ കാര്യം. സ്ക്രീൻ ആണെങ്കിൽ വളരെ ചെറുതുമാണ്, എന്നാലും എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രാക്ടീസ് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് കോൺടാക്ട് ലെൻസ് വേണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഫ്രഷ് ലുക്കും നല്ലതാണ് കേട്ടോ. പക്ഷെ ഫ്രഷ് ലുക്ക് ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു തവണ യൂസ് ചെയ്യാനുള്ളത് 2 എണ്ണമായിട്ടൊന്നും കിട്ടില്ല. ഒരു പാക്കായിട്ട് മേടിക്കണം. അപ്പൊ അത് നമുക്ക് നഷ്ടമാണെന്ന് വെച്ചാൽ അത്രയും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കണം എന്നില്ല. ഒരു തവണത്തേക്കൊക്കെ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ലത് അക്വാ ലെൻസ് തന്നെയാണ്. 200 രൂപയ്ക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കേട്ടോ ദി ബെസ്റ്റ്. അടുത്തത് ലെൻസ് കാർട്ടിന്റെ തന്നെ ഗ്ലാസസ്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്യുക. അത്യാവശ്യം പുറത്തേക്ക് പോകുമ്പോഴും എനിക്ക് ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ദൂരെ നിൽക്കുന്ന ആളെയൊന്നും എനിക്ക് ചിലപ്പോൾ മനസ്സിലായില്ല, അങ്ങനെ വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ദൂരെ നിൽക്കുമ്പോൾ. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടാകാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ചിരിക്കും. അപ്പോൾ അതുകൊണ്ട്
ഇത് ചിരിക്കാത്തൊരവസരം വരുന്നില്ല, നമുക്ക് മനസ്സിലാവാണ്ട് നമ്മൾ ചിരിക്കാണ്ടിരിക്കുക അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നില്ല. ഞാനിപ്പോഴും ഈ എന്നുള്ളൊരു എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ട് വരാറില്ല. ദൂരെ നിന്നുള്ള ആളാണെങ്കിലും അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു ചിരിച്ച മുഖമായിട്ട് തോന്നുന്ന കാരണം ആളെ മനസ്സിലാവാണ്ടുള്ളൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം, എനിക്ക് ഓർമ്മക്കുറവുണ്ട്. കാഴ്ചയില്ല, ഓർമ്മക്കുറവുണ്ട്. അങ്ങനെ അത് വേറൊരു പ്രശ്നം. ഒരാളെ എൻ്റെ മനസ്സിൽ ഓർക്കണമെങ്കിൽ എനിക്ക് മിനിമം 10 തവണയെങ്കിലും കാണണം, അല്ലാണ്ട് എനിക്ക് പെട്ടെന്നൊന്നും എനിക്ക് അവരുടെ മുഖമൊന്നും ഓർമ്മ നിൽക്കില്ല. അത് വേറൊരു കാര്യം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കണ്ണട വന്നിട്ട് ഇതാണ്. ഇതിന് ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ മീതേക്ക് മറ്റേ കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. അത് പക്ഷെ കേട് വന്നു കേട്ടോ, ഞാൻ യൂസ് ചെയ്ത്. അതല്ലെങ്കിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ലെൻസാണ്, കോണ്ടാക്ട് ലെൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗ്ലാസ്സസ് ആണ് കേട്ടോ. ഇത് കുറച്ച് കാറ്റൈ പോലെയാണുള്ളത്. എനിക്ക് ഇങ്ങനത്തതും ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക ഇങ്ങനത്തതാണ് കേട്ടോ. അതായത് ഇവിടെ ഈ മൂക്കുണ്ടല്ലോ, കണ്ണടയുടെ മൂക്ക്, അതിങ്ങനെ മുടിയിൽ കുടുങ്ങാത്ത രീതിയിലത്തെ പ്ലാസ്റ്റിക്കിന്റെ മൂക്ക് ഉണ്ടാവില്ലേ, അങ്ങനത്തെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ ബ്ലൂറേ പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറെ ബ്ലാ 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 പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് ഇതിന്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് രണ്ടും അല്ല, എൻ്റെ വേറെ ഒരു 2 എണ്ണം കൂടി ഉണ്ട്. അങ്ങനെ 4 എണ്ണവും ലെൻസ് കാർട്ട് തന്നെയുള്ളതാണ്. ഞാൻ എപ്പോഴും ഓൺലൈനായിട്ടാണ് മേടിക്കാറ്. ഞാൻ കടയിൽ പോയി ട്രൈ ചെയ്ത് മേടിക്കുന്ന പരിപാടിയല്ല. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് 4 വർഷമായിട്ട് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് തന്നെ അങ്ങനെ നോക്കി മേടിക്കില്ല പതിവ്. ഞാൻ ഒരിക്കൽ ടൈറ്റൻ ഐ+ൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊടുത്ത കണ്ണടയല്ല അവർ എനിക്ക് തന്നത്, കംപ്ലീറ്റ്ലി വേറെ കണ്ണടയാണ് തന്നത്. എന്നിട്ട് അവരെന്നെ പറ്റിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞു, ഇല്ല മാഡം ഓർഡർ ചെയ്തത് തന്നെയാണെന്ന് അവര് തറപ്പിച്ചു പറഞ്ഞു. എന്റെ മണ്ടത്തരത്തിന് ഞാൻ അത് ഫോട്ടോ എടുത്ത് വെക്കുക, വീഡിയോ എടുത്ത് വെക്കുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ പകുതി പൈസയും കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഞാനാണെങ്കിൽ ആ സമയത്ത് കുറെ കൂടി മണ്ടിയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ അങ്ങനെ എതിർത്ത് പറയാൻ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ പിന്നെ ആ പൈസ കൊടുത്ത്, എനിക്ക് കണ്ണട വേണമായിരുന്നു, എനിക്ക് മര്യാദ കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ പിന്നെ ഞാൻ അതങ്ങ് മേടിച്ചിട്ട് വന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഇങ്ങനെ പോയി മേടിക്കുന്ന പരിപാടി നിർത്തി. ഓൺലൈൻ നോക്കും, എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യും. എനിക്കൊരിക്കൽ ഞാൻ പവർ തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് പവർ അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാറി വന്നിട്ട് എനിക്ക് കണ്ണട ബുദ്ധിമുട്ടായിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് അവർ പക്കയായിട്ട് കറക്റ്റ് ആക്കിയിട്ട് തിരിച്ചയച്ചു തന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ സർവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൈസ ഉണ്ട് കേട്ടോ, പൈസ കുറവൊന്നും അങ്ങനെ പറയാനില്ല, പക്ഷെ ഓഫേഴ്സ് ഉണ്ടാവും ചില സമയത്ത്. അത് ഏതിനാന്നറിയാം, കൂളിംഗ് ഗ്ലാസ്സിനാണ് ഉണ്ടാവുക. പിന്നെ നമുക്കിതാ ഇങ്ങനത്തെ കൂളിംഗ് ഗ്ലാസ്സസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ഏതാണ്, ഇതൊരു ബ്ലാക്ക് ഗ്ലാസ്സസ് ആണ്. എനിക്ക് ഒന്നും തന്നെ കാണാനില്ല കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരു ലുക്ക് ഉണ്ടാവും. ഇനി കാണിക്കുന്നതെല്ലാം ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോരോ ട്രിപ്സിന് പോണ സമയത്ത് എനിക്കിങ്ങനെ പ്രാന്തളകിയിട്ട് ഞാൻ മേടിക്കും. എന്നിട്ട് ആ ഒരു ട്രിപ്പ് മൊത്തം ഇതിങ്ങനെ വെക്കാറുണ്ട്. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് വേണമെന്നുണ്ടായിരുന്നു, അതും ഓംറെ എഫക്റ്റിൽ. അപ്പൊ ഞാൻ തായ്ലാൻഡിൽ പോണേക്കാട്ടിനും മുന്നേ മേടിച്ചതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഗ്ലാസ് ആണ്. ഇത് മറ്റേ ആ സണ്ണെന്നുള്ള പ്രൊട്ടക്ഷൻ അങ്ങനെയില്ല, പക്ഷെ നമുക്ക് ആ എന്തായിരുന്നു ബ്ലൂറേ പ്രൊട്ടക്ഷൻ ഉണ്ടോ അങ്ങനെ എന്തോ ഞാൻ ആക്കി വെച്ചു. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടാണ് വില ഉണ്ടാവുക. അത് മാത്രമല്ല, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലും ഉണ്ടാവും. മിക്കവാറും 2000 രൂപയാവും ഒരു ഗ്ലാസ്സിന് ഉണ്ടാവുക, പക്ഷെ ഒരെണ്ണം കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് 2 ഗ്ലാസസിന് കൂടിയിട്ട് 2000 രൂപ. ലെൻസ് കാർട്ടിന്റെ സ്റ്റോറിൽ പോയാലും നമുക്ക് ഇതേ ഓഫർ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മെമ്പർ ആണെങ്കിൽ, ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് 300 രൂപയ്ക്കോ അങ്ങനെ എന്തോ. എനിക്ക് പിന്നെ ഇത് കണ്ണട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് ലെപ്പേർഡ് പ്രിന്റിന്റെ ആണ്. ഇതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ മൂക്കാണ് ഇതിനുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ കയറ്റി വെച്ചാലും മുടി കുരുങ്ങില്ല, ഇങ്ങനെ ഇരിക്കും, സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും ലെൻസ് കാർട്ടിൽ നിന്ന് ഞാൻ പലപ്പോഴായിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് മേടിക്കണതാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് അടുത്തൊരു ഗ്ലാസ്. ഞാനിങ്ങനെ എൻ്റെ മുഖത്തിന് ചേരുന്നതാണോ എന്ന് എങ്ങനെയാണ് ഓൺലൈനിൽ നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ മോഡലിന്റെ ഫേസിന് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കും. എനിക്ക് നോക്കുമ്പോൾ കുറച്ചൊരു ഓവൽ ഫേസ് അല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നോക്കിയിട്ട് എനിക്ക് ഏകദേശം ചേരുന്നു തോന്നണത് ഞാൻ അങ്ങ് മേടിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഇത് താരതമ്യേന ഒരു പുതിയ ഗ്ലാസ് ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാറ്റായി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ പിങ്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അപ്പൊ ഞാനിങ്ങനെ സിമ്പിൾ ഒറ്റ കളറിലെ ഡ്രസ്സസ് ഇടും. എന്ന് വെച്ചാൽ ഫുൾ ബ്രൗൺ, ഫുൾ ബ്ലാക്ക് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് വെക്കിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കണ്ണിന് എത്ര എണ്ണം നല്ലതാണ് എനിക്ക് ഇത്തിരി സംശയമുണ്ട്. കാരണം ഈ ഒരു കുറച്ച് കാണുമ്പോൾ ഒരു പിങ്കിഷ് കളറിലാണ് നമുക്ക് കാണുക. സൺലൈറ്റ് ഉള്ള സമയത്തൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഉള്ളിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ കുറച്ച് പിങ്ക് ആയിട്ട് കാണുന്നുണ്ട്, പക്ഷെ ലുക്ക് അടിപൊളിയായിട്ടില്ലേ, ഭയങ്കര രസമായിട്ടില്ലേ. അടുത്ത് വന്നിട്ട് മഞ്ഞ. ഇതേപോലത്തെ ഒരു പിങ്കും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, അതിപ്പോൾ കാണാനില്ല. അപ്പൊ ഇതും
നല്ല ഒരെണ്ണമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ തായ്ലാൻഡിൽ പോയപ്പോഴോ അതിനെക്കാട്ടും മുന്നേ തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കാം, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നാശാവയൊന്നും പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഓഫർ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മേടിക്കണ്ട, ഇച്ചിരി ട്രിക്കിയാ അത്. ചില സമയത്ത് നമുക്കത് ചെക്ക്ഔട്ടിന്റെ സമയത്ത് നമുക്ക് ആ ഫ്രീ ഉള്ളത് വന്നു എന്ന് വരില്ല, അങ്ങനെയാണെങ്കിൽ മേടിക്കണ്ട കേട്ടോ. ചിലപ്പോൾ ചില സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഓഫർ ക്ലബ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒന്ന് ചെക്ക്ഔട്ടിന്റെ സമയത്ത് ഫുള്ള് നോക്കണം കേട്ടോ, ഓൺലൈനായിട്ട് മേടിക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് ലെൻസ് കാർട്ടിന്റെ, പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു കണ്ണട നമ്മൾ ഓർഡർ ചെയ്താൽ കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട് കിട്ടാനായിട്ട്. പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, ഒരു 2 ആഴ്ച അങ്ങനെയായിട്ട് വേണം തോന്നുന്നുണ്ട്. കാരണം അവർക്ക് ഡൽഹിയിൽ നിന്ന് എന്തോ വരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയം എടുക്കും. ഓൺലൈൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, നമുക്ക് ആ ഒരു ഇത് പിടി കിട്ടുന്നില്ലെങ്കിൽ ലെൻസ് കാർട്ടിന്റെ സ്റ്റോറിലോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി മേടിക്കാവുന്നതാണ്. ലെൻസ് കാർട്ടിന്റെ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കോൺടാക്ട് ലെൻസ് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ കോൺടാക്ട് ലെൻസിന്റെയും ഗ്ലാസസിന്റെയും ഒരു റിവ്യൂ. ഇതാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലെൻസ് കാർട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ തോന്നിയിട്ടില്ല എന്ന് പറയണം. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ടൈറ്റൻ I+ എനിക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷെ അതിന് ശേഷം ഞാൻ ഒരിക്കൽ എന്തോ പോയി മേടിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല സർവീസ് ഒക്കെയാണ്. അത് ഓരോ സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നു. ഞാൻ മേടിച്ചത് ഗോവയിൽ നിന്നായിരുന്നു, അതാണ് എനിക്ക് അബദ്ധം പറ്റിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചത് പക്കയായിരുന്നു കേട്ടോ. ടൈറ്റൻ I+ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓൺലൈൻ സർവീസ് ഒക്കെ ഈ ലെൻസ് കാർട്ടിന് ഉള്ള കാരണം, കോൺടാക്ട് ലെൻസും അവർക്കുള്ള കാരണം ഞാൻ മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് അതുകൊണ്ട് ലെൻസ് കാർട്ടിൽ നിന്ന് മേടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത വന്നിട്ട് ഇതിപ്പോ ഏറ്റവും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് ഓവർനൈറ്റ് ബയോ കൊളാജൻ ഫേസ് മാസ്ക് ആണ്. അതായത് ഈ മാസ്ക് ഇട്ടിട്ട് കിടക്കുക. അതായത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 4 മണിക്കൂർ ഈ ഫേസ് മാസ്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഫേസ് മാസ്ക് 4 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഊർന്നൂർന്ന് താഴേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫേസ് മാസ്ക് വെച്ച് കിടക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ മാസ്ക് അങ്ങ് ട്രാൻസ്പെറന്റ് ആവും. എന്നിട്ട് ഇങ്ങനെ പൊളിക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോയി ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ ഗ്ലോ ഒന്നും തോന്നിയില്ല കേട്ടോ. അതും 1000 രൂപയാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് മാസ്കിന്. പക്ഷെ ഞാൻ 4 എണ്ണം ഒരു ഓഫറിന് അങ്ങനെ കണ്ടിട്ട് മേടിച്ചു. അപ്പൊ എന്തോ 500 രൂപയോ 400 രൂപയൊക്കെ ആയുള്ളൂ ഇതിന്. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1000 രൂപയുണ്ട്. അതിനുള്ള ഗ്ലോ ഒന്നും എന്തായാലും ഇല്ല കേട്ടോ, എന്തായാലും ഇല്ല. ഇതൊരു നഷ്ടമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ എന്തിനാ മേടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ജോലി ഇതല്ലേ. അതാണ് ഞാൻ പലപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കണത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാണ്ട് ഇത് മേടിക്കണത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യണത്. പ്ലീസ്, ഞാനൊരു സാധനം കാണിക്കുമ്പോൾ അതിന്റെ റിവ്യൂ പറയണത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കണം. പല പ്രോഡക്ട്സും ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇത് വർത്ത് അല്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് എത്തില്ല. ഞാൻ ഈ പ്രോഡക്റ്റ് കാണിക്കുന്നത് വരെ എത്തുള്ളൂ. അപ്പോഴേക്കും കോമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുകയാണ്, ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാണ് മേടിക്കാനായിട്ട്. പക്ഷെ ഞാൻ പറയണത് നമുക്ക് വേണ്ട മേടിക്കേണ്ടെന്നായിരിക്കും ഞാൻ ചിലപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഡിഫറെന്റ് ആണല്ലോ. ചിലർക്ക് അതിന് വെച്ചാൽ അവർ പാർലറിൽ പോയി റെഗുലർ ആയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു ലാഭമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം 1000 രൂപയ്ക്ക് വീട്ടിൽ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ. പക്ഷെ എനിക്കിത് അത്ര വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. അത്രയെന്ന് പോലും അല്ല, ഒട്ടും വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. എന്നുവെച്ചാൽ അതൊരു ഗിമിക് സാധനം പോലെ ഉണ്ടാവില്ലേ, ജസ്റ്റ് ഇതിങ്ങനെ രാത്രി ഇടുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ ക്ലിയർ ആവുന്നു. ആ ഒരു കൗതുകം ഉണ്ടല്ലോ, അതിനെ മുതലെടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതല്ലാണ്ട് സ്കിന്നിൽ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ഒരു വില വെച്ച് നോക്കുമ്പോൾ തീരെയില്ല. ഷീറ്റ് മാസ്ക് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പൊതുവെ സാധാരണ ഷീറ്റ് മാസ്ക് ആണെങ്കിൽ തന്നെ ഒരു ഗ്ലോ തരുന്നുണ്ട് എന്നുള്ളത് ശരി. അത് നമുക്ക് വല്ലപ്പോഴും എന്ന് വെച്ചാൽ വല്ല ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലേ അതിൻ്റെയും ആവശ്യം വരുന്നുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. 1000 രൂപയ്ക്ക് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ അത്രയും കൂടെ ഉണ്ടാവും. എനിക്കിത് വർക്കായില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്ക് ഇങ്ങനെ സാധനങ്ങളൊന്നും ഇട്ട് മുഖത്തിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. കുറേ പേർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, അവർക്ക് അങ്ങനെയൊന്നും ഉറക്കം വരില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉറങ്ങണം തോന്നുകയാണെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും. എനിക്ക് അങ്ങനെ ഒരു സ്ഥലം, ശബ്ദം, അതൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. ഞാൻ നല്ലോണം ഉറങ്ങണ ഒരാളാണ്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങില്ല കേട്ടോ, രാത്രി മാത്രമേ ഉറങ്ങുള്ളൂ. പക്ഷെ എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതെനിക്ക് തോന്നുന്നു എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛനും അതെ, ഞാനും അതെ, എൻ്റെ അനിയനും അതെ, ഞങ്ങളൊക്കെ പെട്ടെന്ന് ഉറങ്ങും. പക്ഷെ അതേസമയം എൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഉറക്കത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ് അമ്മയ്ക്ക് വെളിച്ചം പാടില്ല, ശബ്ദം പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇതും കൂടിയാണ്. എനിക്ക് ഈ സാധനമായിട്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് വർത്ത് ഫോർ ദി മണി.
അടുത്ത വന്നിട്ട് ഒരു യന്ത്രമാണ്. ഞാൻ ആക്ച്വലി ഇന്ന് 2 യന്ത്രങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഗ്ലൂട്ടാനിക്സ്, യന്ത്രത്തിന് വരെ ഇപ്പൊ ഗ്ലൂട്ട വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്ലൂട്ടാനിക്സ് റീസ്റ്റോർ യുവർ യൂത്ത്നെസ്. ഓക്കെ, ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജർ ആണ്. ഇപ്പൊ മസാജർ ഭയങ്കര ട്രെൻഡിലുള്ള ഒരു സമയമാണ്. ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഇതിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. 500 രൂപയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പൊ നമ്മൾ ഈ ജെയ്ഡ് റോളർ ഇല്ലേ, ജെയ്ഡ് റോളർ അതല്ലെങ്കിൽ ഗുവാഷ ഒക്കെ യൂസ് ചെയ്യില്ലേ, അതേ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ഇതിൽ വൈബ്രേഷൻ കൂടി ഉള്ള കാരണം ആ ഒരു റിലാക്സ്ഡ് ഫീലിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിന് 3 ഹെഡ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ വട്ടത്തിലൊരു ഹെഡ് ഉണ്ട്, കണ്ണിന്റെ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹെഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഓഫിലാണ് ഇപ്പൊ ഇരിക്കണത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓൺ ആവും. അപ്പൊ ഇത് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ മസാജ് വെക്കാം. ഞാനിപ്പോ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇവിടെ സൈഡിൽ ഞാൻ കാണിക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഇടണം കേട്ടോ. അതായത് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. എന്നിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഫിനെസ് ഉണ്ടെങ്കിൽ, മുഖം ഇങ്ങനെ കുറച്ചിങ്ങനെ ചീർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ടും കുറച്ചുകൂടി സ്കൾപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തരാനായിട്ട് നല്ലതാണ്. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ചെയ്തുകൊണ്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യണം എന്നില്ല കേട്ടോ. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴായിരിക്കും ആ ഒരു പഫിനെസ് ഉണ്ടാവുക, ഉറങ്ങി എണീക്കുമ്പോഴാണല്ലോ കൂടുതൽ ആ പഫിനെസ് ഉണ്ടാവുക. അതൊന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും നമുക്ക്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നല്ലത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്, ഗുവാഷയും അതേപോലെ തന്നെ ജെയ്ഡ് റൂളറും ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും. നമുക്കൊരു വൈബ്രേഷൻ്റെ ആ ഒരു എഫക്റ്റ് വേണം, ആ ഒരു റിലാക്സ്ഡ് ഫീല് വേണം എന്നാണെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി കേട്ടോ. അതല്ലാണ്ട് ഒരു പ്രത്യേകിച്ചൊരു വേറെ ഗുണം ഇത് യൂസ് ചെയ്താൽ, റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്തായാലും ഒരു സ്കൾപ്റ്റഡ് ആയിട്ടുള്ള ഫേസ് ഉണ്ടാവും, ഭയങ്കര ഷാർപ്പ് ജോ ലൈൻ ഉണ്ടാവും, അങ്ങനെയൊന്നും നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ ഫേസിന്റെ ഷേപ്പിനനുസരിച്ചിരിക്കും, അതുപോലെ വെയിറ്റിനനുസരിച്ചിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്താലാണ് അങ്ങനെ ഒരു ഷാർപ്പ് ഫീച്ചർ വേണമെങ്കിൽ അതാണ് ഏറ്റവും പെർമനന്റ് സൊല്യൂഷൻ വേണമെങ്കിൽ അത് തന്നെയാണ് ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഭയങ്കര നല്ലതാണ്, ഒരു റിലാക്സ്ഡ് ഫീൽ എന്നുള്ള രീതിയിലും ഭയങ്കര നല്ലതാണ് കേട്ടോ. അത്ര ഇതുണ്ടല്ലോ, ഇതിന് കളറും ഉണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ്. അപ്പൊ ഈ ലൈറ്റിനൊരു ഓരോ പേർപ്പസുകളുണ്ട്. റെഡ് ലൈറ്റ് ഉണ്ട്, ബ്ലൂ ലൈറ്റ് ഉണ്ട്. അത് തന്നെ ഫേസ് മസാജേഴ്സിന് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിനും ഉണ്ട് കേട്ടോ, ലൈറ്റ് ഉള്ളതുണ്ട്. അപ്പൊ അതിന് വില കൂടും. ഇത് ഹെഡ് മസാജർ ആണ് കേട്ടോ. അപ്പൊ ഇതിനെന്താ വെച്ചാൽ വൈബ്രേഷനും ഉണ്ട്, അത് ഓപ്ഷനാണ്. വൈബ്രേഷൻ വേണമെങ്കിൽ വൈബ്രേഷൻ വെക്കാം, റെഡ് ലൈറ്റ് വെക്കാം, ബ്ലൂ ലൈറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ ഈ ലൈറ്റിന്റെയും ഈ മസാജിന്റെയും റിയൽ എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, എസ്പെഷ്യലി ഈ ലൈറ്റിന്റെ എഫക്റ്റ് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി കിട്ടണമെങ്കിൽ, ഞാൻ വായിച്ചെടുത്തോളം, ഞാൻ റിസർച്ച് ചെയ്തെടുത്തോളം, നമുക്ക് മിനിമം ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഒരു പൊസിഷനിൽ വെക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഹെൽമെറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെക്കേണ്ടി വരും. പക്ഷെ ആ ഹെൽമെറ്റിനൊക്കെ ഭയങ്കര വില, ഇതിന് തന്നെ വിലയുണ്ട് കേട്ടോ. ഇത് ഏകദേശം 2000 രൂപയുണ്ട്. ഞാനത് അധികം യൂസ് ചെയ്തിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഒരു റിസൾട്ട് പറയാൻ, എനിക്ക് ഇതാണ് റിസൾട്ട് ഉണ്ടായെന്നുള്ള അങ്ങനെ പറയാറായിട്ടില്ല. ഞാൻ റിസർച്ച് ചെയ്തെടുത്തോളം ഉള്ളത് പറയാം. പക്ഷെ അഗെയിൻ ഈ ഒരു മസാജ് ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ടോണറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഹെയർ ടോണറൊക്കെ യൂസ് ചെയ്യുമല്ലോ നമ്മൾ, ഈ വിഷ് കെയറിന്റെ ഒക്കെ. അതിങ്ങനെ വെള്ളം പോലെയുള്ളതല്ലേ, അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ ലൈറ്റും കൂടി വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്ക് വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ റെഡ് അല്ലെങ്കിൽ ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അതിങ്ങനെ കുറച്ചൊക്കെ ബെറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കേട്ടോ ഈ കഷ്ണി എന്തായിരുന്നു ചില സമയത്തേക്കും ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഞാൻ ഈ ഹെയർ ടോണറൊക്കെ ഇട്ട് ഇങ്ങനെ ഈ മസാജൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരുവിധം സെറ്റാക്കി കൊണ്ടുവരുന്നത്. പക്ഷെ എല്ലാം നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ. നമ്മുടെ പ്രായം, നമ്മുടെ ജീവിത രീതി, ഇതിനൊക്കെ അനുസരിച്ചിട്ടേ ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹെൽത്ത് നമ്മളെങ്ങനെ കൊണ്ടുപോകണു എന്നുള്ളതാണ്. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ അതൊക്കെ നോക്കണം. അതൊക്കെയാണ് സ്കിന്നിന്റെയും ഹെയറിന്റെയും കാര്യത്തിൽ മെയിൻ ആയിട്ട് പ്ലേ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം ഇങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ.
ബാക്കി ഇനി എന്തൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് മെയിനായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യുക. പക്ഷെ ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്കൗട്ട് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഞാൻ ഒരുവിധം ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ടും ഇതേ ഉള്ള റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജനറ്റിക്കലി ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളായിട്ടും അങ്ങനെ ലൈക്ക് സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അങ്ങനെ ആവണം എന്നില്ലല്ലോ. ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് അങ്ങനെ ശരിയാണ്, എനിക്ക് മുടി ഉണ്ടായിരുന്നു, കുറെ മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വാലിമൊലിയായി, അത് വേറെ കാര്യം. അതിപ്പോ ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റും, ചില സമയമാകുമ്പോൾ കൊഴിയും. നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടും നമുക്ക് എന്തെങ്കിലും ഇപ്പൊ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഇതൊക്കെ ബാധിക്കുമല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രം. പിന്നെ ഇതിന്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ, ഇത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ഇത് മേടിക്കണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, അതായത് ഹെൽത്തിന്റെ കാര്യം നോക്കുന്ന ഒരാളാണ്, വർക്ക്ഔട്ടിന്റെ കാര്യം നോക്കുന്ന ഒരാളാണ്, എല്ലാം നമ്മൾ പക്കയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതൊരു ആഡ് ഓൺ ആണ്. നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്, ക്ഷമയുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നമുക്കൊരു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്കിതൊരു നല്ല മസാജിങ് ആണ്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അല്ലാണ്ട് ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുമെന്ന് ചോദിച്ചാൽ ഇല്ല. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 5 പ്രോഡക്ട്സ് റിവ്യൂ. ഞാൻ എന്തായാലും പ്രോഡക്ട്സിന്റെ ലിങ്ക് ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ടാഗ് ചെയ്യാം കേട്ടോ. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും എന്താണെങ്കിലും കമന്റ് ചെയ്തോളൂ. അപ്പൊ അത് എനിക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.